നൂക്കണ്ണെന്ന് പറഞ്ഞ കഥാപാത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഒരാളാണ്, ഒരു മനുഷ്യനാണ്. പച്ചയായ സാധുവായിട്ടുള്ളൊരു മനുഷ്യനാണ് നൂക്കണ്ണൻ. അവൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് കുറേ ഏറെ ദൂരെ പോയാണ് അവൻ സ്വന്തമായി ജോലി നോക്കിയ ചെറിയ ജോലി എന്നൊന്നും പറഞ്ഞില്ല. അവനൊരു കള്ള് ഷാപ്പിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരു പയ്യനാണ്. അപ്പോൾ അതിനുശേഷം അവിടുന്ന് തന്നെ അവൻ മറ്റൊരു ജോലി സ്ഥലത്തേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറി ചെറിയ ജോലികൾ ചെയ്യുന്ന അവൻ്റെ ചെറിയ സന്തോഷവും ചെറിയ ദുഃഖവും അവൻ്റെ ചെറിയ പ്രണയവും എല്ലാം ഉള്ളിൽ തന്നെ ഒതുങ്ങി നിർത്തുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു സാധുവായ ഒരു കഥാപാത്രമാണ് നൂക്കണ്ണൻ എന്ന് പറയുന്നത്. ഈ കഥാപാത്രം എഴുതി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരുപാട് മുഖങ്ങളൊന്നും അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ വളരെ കുറച്ച് സ്കെച്ചസ് ഉണ്ടാക്കി നോക്കി, ഇങ്ങനെയാണ് നൂക്കണ്ണിരിക്കുന്നത്. അങ്ങനെ ആ സ്കെച്ചസിൽ കൂടെ ശരിക്കും ഫസ്റ്റ് ഏറ്റവും റിസംബ്ലൻസ് ആയിട്ട് തോന്നിയത് ആസിഫ് അലി എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ രൂപമാണ്, ഫേസാണ് ബേസിക്കലി. അപ്പോൾ പിന്നെ ആസിഫ് എന്ന ആക്ടറിൽ എനിക്കൊരു വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ വിശ്വാസം ഉണ്ടായി എന്ന് പറയാം. അപ്പോൾ ആസിഫുമായിട്ട് ഞാൻ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആസിഫുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴേക്കും ആസിഫിന് ഇതൊരു ചലഞ്ചാണെന്ന് ആസിഫ് പറയുന്നുണ്ട്. ചേട്ടാ, ഇതൊരു ചലഞ്ചാണ്, ഞാനിതുവരെ ചെയ്യാത്തൊരു കഥാപാത്രമാണ്, അപ്പോൾ അതിൻ്റേതായ ഒരു ചലഞ്ചുണ്ട്. അപ്പം അങ്ങനെ ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് അതിൽ പെർഫോം ചെയ്യാൻ ആസിഫ് വില്ലിങ്ങായി. അപ്പോൾ അതാണ് ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോയിൻ്റ്. ഒരു ആക്ടർ ചെയ്യാം, ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അത് ചെയ്തു നോക്കാമെന്ന് വെച്ചിട്ടാ അത് ഐ വിൽ ഡൂ ഇറ്റ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുന്ന ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് വരുന്നതാണ് ഏറ്റവും ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായ കാര്യം.